ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂല. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേരുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ നാരായണ. ഒരാഴ്ചയോളായി ബ്രേക്കായിട്ട് ശ്രുതിഗീത പൂർണ്ണമാക്കി നമ്മൾ സമർപ്പിച്ചതാണ്. അതിനുശേഷം തിരക്കിലായിപ്പോയി. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ശ്രീമന്നാരായണമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും കലശാഭിഷേകങ്ങളും എല്ലാം വളരെ വിചാരിച്ചതിലും ഭംഗിയായി നടന്നു. വളരെ ഗ്രാൻഡായിട്ട് തന്നെ നടന്നു. ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ ആ ഒരു വിഗ്രഹം തന്നെ വിചാരിച്ചതിലൊക്കെ ഗംഭീര വലിപ്പമുള്ളതായി. അത് എന്താ പറയുക, ശില്പം ഓർഡർ കൊടുക്കുമ്പോൾ ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. വന്നപ്പോഴാണ് ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടത്. വളരെ ഗംഭീരമായിട്ടുള്ള ചതുർബാഹു നാരായണമൂർത്തി. ക്ഷേത്രവും അതിഗംഭീരം. മറ്റ് ഉപദേവതകളുടെ ഗണപതി, ദേവി അഥവാ ദുർഗ, രണ്ടും ചെറിയ ക്ഷേത്രങ്ങളാണ്. ഇന്നലെ ഞാൻ രാവിലത്തെ പൂജ അകത്ത് കയറി 3 ഞാൻ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഗണപതി ക്ഷേത്രവും ദുർഗാക്ഷേത്രവും എനിക്ക് ഇരിക്കാനുള്ള വലുപ്പമില്ല. ഞാൻ വളരെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഞെരുങ്ങിയായിരുന്നത്. നാരായണമൂർത്തി ക്ഷേത്രം ഒരുവിധം മര്യാദയ്ക്ക് ഇരിക്കാം. ഈ ഇടയ്ക്ക് 1-ാം തീയതി തോറും ഞാൻ തന്നെ പൂജ ചെയ്യാമെന്നൊരു മനസ്സിലൊരു സങ്കല്പമുണ്ട്. മലയാള മാസം 1-ാം തീയതികളിൽ. ആരോഗ്യം ഉണ്ടാവട്ടെ. ആ സമയത്ത് ഇവിടെ ഉണ്ടാവും വേണമല്ലോ. വേറെ എന്തെങ്കിലും പരിപാടിയായി ദൂരെയാണെങ്കിൽ സാധിക്കില്ല. ഉള്ളപ്പോൾ, ആരോഗ്യം ഉള്ളപ്പോൾ 1-ാം തീയതി തോറും പൂജ ചെയ്യാമെന്നൊരു സങ്കല്പം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സൗകര്യപ്പെടുമ്പോഴൊക്കെ ഇവിടേക്ക് വരുമ്പോൾ അവിടെയും കാണുന്ന മാതിരി രാവിലെ നേരത്തെ 8:30 മണി വരെ രാവിലത്തെ നട തുറപ്പുണ്ടാവുള്ളൂ. വിശേഷ ദിവസങ്ങളിൽ ചിലപ്പോൾ 9-ഓ 10-ഓ വരെ നീണ്ടുപോയി എന്ന് വരും. വൈകുന്നേരങ്ങളിലും 5:30 മുതൽ 7 മണി വരെ ആണൊരു സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ചുറ്റുമുള്ള മതിലൊന്നും മുഴുവനാക്കിയിട്ടില്ല. ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി 2 ഭാഗം ബാക്കിയുണ്ട്. അതുപോലെ ഉള്ളിൽ 4 അമ്പലം, നമസ്കാര മണ്ഡപം എല്ലാം പണി നിൽക്കാനുണ്ട്. ഓരോന്നായിട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ അല്ലേ ആ ഒരു സമർപ്പണങ്ങൾ വളരെ എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചു.
നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ സംഭാവനകളാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഏകദേശം 150ഓളം ആളുകൾ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസ് അതിലേക്ക് ചെറുതും വലുതുമായിട്ട് യഥാശക്തി നന്നായിട്ട് സംഭാവന ചെയ്തു. പിന്നെ ലോക്കൽ കളക്ഷൻ വളരെ ചുരുക്കമാണ്. എന്തായാലും ഭംഗിയായി കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷവും അല്പം ശേഷിപ്പുണ്ട്. അതുകൊണ്ട് ആ മതിലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, ശ്വാസം മുട്ടൊന്നും ഉണ്ടായില്ല. ഈ ചില കണക്കുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് സെറ്റിൽ ചെയ്യാനുള്ളതൊക്കെ കയ്യിലിരിപ്പുണ്ട്. അത് കഴിഞ്ഞും കുറച്ച് ബാക്കി ഉണ്ടാവും. അതുകൊണ്ടാണ് ഫ്രണ്ട് മതിലെങ്കിലും ആദ്യം പൂർത്തിയാക്കാം. അത് കഴിഞ്ഞ് പതുക്കെ ഓരോ പണികളായിട്ട് തീർക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ദേശത്ത് വന്നിട്ട് 13 വർഷം കഴിഞ്ഞു. 2011 സ്ഥലം വാങ്ങിച്ചുവെങ്കിലും 2013 ഇവിടേക്ക് താമസം മാറ്റിയത്. അത് കഴിഞ്ഞ് 2015 ഇപ്പോൾ ഇരിക്കുന്ന ഈ വലിയ ബിൽഡിംഗ് പൂർത്തീകരിച്ചത്. ദയാനന്ദ സ്വാമിജികൾ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് മുതൽക്ക് ഈ നാട്ടിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു പല രീതിയിൽ. ഇപ്പോഴാണത് കൂടുതൽ അർത്ഥവത്തായി ഫലപ്രദമായിട്ട് സാധിച്ചത്. അതെല്ലാം ഭഗവാന്റെ നിശ്ചയം. അപ്പോൾ ഇനി ഈ നാട്ടിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ക്രമത്തിൽ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ഭഗവാൻ നമ്മളെ ഒരു നിമിത്തമാക്കിയതിൽ ഏറ്റവും സന്തോഷത്തോടുകൂടെയും ഭഗവാന്റെ അനുഗ്രഹത്തെ ശിരസാ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ആ ഒരു സമർപ്പണങ്ങളെ കൃതജ്ഞതാപൂർവം സ്നേഹപൂർവം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവർക്കും എല്ലാ ക്ഷേമവും ആശംസിച്ചുകൊണ്ട് ആ ഒരു ഉദ്യമം, ഒരു യജ്ഞം ഏകദേശം നല്ല രീതിയിൽ പൂർത്തീകരിച്ചതായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ തുടരാം. ഇനി അധികം പുറത്തേക്കുള്ള യാത്രകൾ ഇപ്പോൾ അടുത്തൊന്നുമില്ല. ചെറിയ ചെറിയ 1 ദിവസത്തെ 2 ദിവസത്തെ പ്രോഗ്രാമുകളേ ഉള്ളൂ. ഇനിയൊരു സപ്താഹമൊക്കെ ജൂലൈയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുവരയ്ക്ക് കാലടിയിൽ ശങ്കര ജയന്തിക്ക് ഒരു 3-4 ദിവസം, അതൊഴിച്ചാൽ ഇവിടെ തന്നെ കാണും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് വലിയ ബ്രേക്ക് ഇല്ലാതെ നടത്താം. പറ്റുകയാണെങ്കിൽ 2 നേരവും നടത്താം, ഇല്ലെങ്കിൽ 1 നേരമെങ്കിലും മിസ് ചെയ്യാതെ പോകാം. അപ്പം നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ 87-ാം അധ്യായം ശ്രുതിഗീത വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇനിയും 88-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 88-ാം അധ്യായം രുദ്രമോക്ഷണം എന്നാണ് അധ്യായത്തിന് പേര്. മഹാദേവൻ ഒരു കുരുക്കിൽപ്പെടുന്നതും താൻ വരം കൊടുത്ത ശാകുനേയൻ എന്ന ഭസ്മാസുരൻ വരം കൊടുത്ത മഹാദേവനെ തന്നെ നശിപ്പിക്കാൻ പുറപ്പെടുന്നതായിട്ടുള്ള ആ സന്ദർഭത്തിൽ ഭഗവാൻ മഹാദേവനെ
വളരെ ബുദ്ധിപൂർവം തൻ്റെ മായ ഉപയോഗിച്ചുകൊണ്ട് ആ ശാകുനേയനെ ഭസ്മമാക്കി തീർക്കുന്നതും മഹാദേവന് ആശ്വാസം നൽകുന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിലൂടെ നമ്മൾ ആരെ ഉപാസിക്കണം എന്നുള്ള ആ ഒരു തത്വമാണ് സൂചിപ്പിക്കുന്നത്. ഗുണമൂർത്തികളെ ഉപാസിച്ചാൽ പ്രദോഷം മഹാദേവനെ സ്മരിക്കാം. ഓം നമഃ ശിവായ. അപ്പോൾ ഗുണമൂർത്തികളെ ഉപാസിച്ചാൽ അതാത് ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലമേ ഉണ്ടാവുള്ളൂ. അത് നശ്വരമായിട്ടുള്ളതാണ്. അത് മോക്ഷകാരണം ആവുകയില്ല. അപ്പോൾ നമുക്ക് പരമമായിട്ടുള്ള ശ്രേയസ്സിന് ശുദ്ധ സത്വമൂർത്തിയായ ഭഗവാൻ വിഷ്ണുവിനെ വേണം ആരാധിക്കാൻ. ശുദ്ധസത്വമായിരിക്കുന്ന ഭഗവാനെ ആരാധിച്ച് നിർഗുണമായിരിക്കുന്ന ആ തത്വത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കും. അപ്പോൾ ഉപാസിക്കാൻ യോഗ്യൻ വിഷ്ണു തന്നെയാണെന്ന് അടുത്ത അധ്യായത്തിൽ കൂടെ, അല്ലെങ്കിൽ 90-ാം അധ്യായത്തിലാണ് ആ വിഷയം കൂടുതൽ ഇതായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ വിഷ്ണു ഉപാസനാ പ്രാധാന്യം, അല്ലെങ്കിൽ ശുദ്ധസത്വാത്മകമായ ദേവതാ ഉപാസനാ പ്രാധാന്യം, അത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു കഥയാണ്. അല്ലാതെ മഹാദേവനെ ഇകഴ്ത്താൻ വേണ്ടിയല്ല. ഇപ്പോൾ ശൈവന്മാർക്ക് ശിവൻ തന്നെയാണ് ആ നിർഗുണമായ പരബ്രഹ്മതത്വം. വൈഷ്ണവന്മാർക്ക് വിഷ്ണു ആ പരബ്രഹ്മതത്വം. ആ വിഷ്ണുവിനെ മൂർത്തിയാവുമ്പോൾ സത്വഗുണത്തോടുകൂടി ശുദ്ധസത്വാത്മകമായിട്ട് ഉപാസിക്കുന്നു. ഇത് വൈഷ്ണവ പുരാണമായതുകൊണ്ട് ഭാഗവതം വിഷ്ണുവിൻ്റെ ആ ഒരു മഹിമയെ സൂചിപ്പിച്ചുകൊണ്ടും മഹാദേവനെ ഒരു ദേവതയായി, ഗുണദേവതയായി ഉപമിച്ചുകൊണ്ടുമാണ് ഈ അവതരണം. നമുക്ക് ആദ്യം വായിക്കാം. വായിച്ചിട്ട് ക്രമത്തിൽ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 88-തമോऽധ്യായഃ. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജാ നതു ലക്ഷ്മ്യാഃ പതിം ഹരിം. ഏതദ്വേദിതുമിച്ഛാമഃ സന്ദേഹോത്ര മഹാൻ ഹിനഃ വിരുദ്ധശീലയോഃ പ്രഭോഃ വിരുദ്ധാ ഭജതാം ഗതിഃ. ശ്രീശുക ഉവാച ശിവശക്തിയുതഃ ശശ്വത്രിലിംഗോ ഗുണസംവൃതഃ വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ. തതോ വികാരാ അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാമശ്നുതേ ഗതിം. ഹരിരിഹി നിർഗുണഃ സാക്ഷാത് പുരുഷഃ പ്രകൃതേഃ പരഃ സ സർവദൃക് ഉപദ്രഷ്ടാ തം ഭജൻ നിർഗുണോ ഭവേത്. നിവൃത്തേഷ്വശ്വമേധേഷു രാജായുഷ്മത് പിതാമഹഃ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛത് ഇദമച്യുതം. സ ആഹ ഭഗവാൻ തസ്മൈ പ്രീതഃ ശുശ്രൂഷവേ പ്രഭുഃ നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യതോഃ കുലേ. ശ്രീഭഗവാനുവാച യസ്യാഹമനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈഃ തതോ അധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം. സ യഥാ വിദധോദ്യോഗോ നിർവിണ്ണഃ സ്യാദ് ധനേഹയാ മത്പരൈ കൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം. തദ്ബ്രഹ്മ പരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോ മാം സുദുരാരാധ്യം ഹിത്വാന്യാൻ ഭജതേ ജനഃ.
തതസ്ത ആശുതോഷേഭ്യോ ലബ്ധരാജ്യശ്രയോദ്ദതാഃ മത്താ പ്രമത്താ വരദാൻ വിസ്മരന്ത്യവജാനത്തെ. ശ്രീശുക ഉവാച ശാപപ്രസാദയോരീശാഃ ബ്രഹ്മവിഷ്ണുശിവാദയഃ സദ്യഃ ശാപപ്രസാദോംഗ ശിവോ ബ്രഹ്മാ ന ചാച്യുതഃ. അത്ര ചോദാഹരന്തീമം ഇതിഹാസം പുരാതനം വൃഗാസുരായ ഗിരിശോ വരം ദത്വാപസങ്കടം. വൃകോ നാമാസുരഃ പുത്രഃ ശകുനേഃ പതി നാരദം ദൃഷ്ട്വാ ആശുതോഷം വപ്രച്ഛ ദേവേഷു ത്രിഷു ദുർമതിഃ. സ ആഹ ദേവം ഗിരിശം ഉപാദാവാശു സിദ്ധ്യസി യോൽപാഭ്യാം ഗുണദോഷാഭ്യാം ആശു തുഷ്യതി കുപ്യതി. ദശാസ്യ ബാണയോസ്തുഷ്ടഃ സ്തുവതോർവന്ദിനോരിവ ഐശ്വര്യമതുലം ദത്വാ തത ആപ സുസങ്കടം. ഇത്യാദിഷ്ടസ്തം അസുരഃ ഉപാധാവത് സ്വഗാത്രതഃ കേദാര ആത്മക്രവ്യേണ ജുഹ്വാനോഗ്നിമുഖം ഹരം. ദേവോപലബ്ധിമപ്രാപ്യ നിർവേദാത് സപ്തമേ ഹനി ശിരോ അവൃശ്ചത് സ്വധിതിനാ തത്തീർത്ഥക്ലിന്നമൂർധജം. തദാ മഹാകാരുണികഃ സദൂർജഡിഃ യഥാ വയം ചാഗ്നിലിവോത്തിതോ നലാദ് നിഗൃഹ്യദോർഭ്യാം ഭുജയോർന്യവാരയത് തൽസ്പർശനാത് ഭൂയ ഉപസ്കൃതാകൃതിഃ. തമാഹ ചാംഗാലമലം വൃണീഷ്വ മേ യഥാപി കാമം വിതരാമി തേ വരം പ്രിയേയ തോയേന നൃണം പ്രപദ്യതാം അഹോ ത്വയാത്മാ വൃഷമർദ്യത്തെ വൃഥാ. ദേവം സവവ്രേ പാപീയാൻ വരം ഭൂതഭയാവഹം യസ്യ യസ്യ കരം ശീർഷ്ണി ദാസ്യേ സ മ്രിയതാമിതി. തത്ശ്രുത്വാ ഭഗവാൻ രുദ്രോ ദുർമനാ ഇവ ഭാരത ഓമിതി പ്രഹസൻ തസ്മൈ ദദേ അഹേരമൃതം യദാ. ഇത്യുക്തസ്സോസുരോ നൂനം ഗൗരീഹരണലാലസഃ സ തദ്വരപരീക്ഷാർത്ഥം ശംഭോർമൂർധ്നി കിലാസുരഃ സ്വഹസ്തം ധാതുമാരേഭേ സോബിഭ്യത് സ്വകൃതാത് ശിവഃ തേനോപസൃഷ്ടഃ സംത്രസ്തഃ പരാധാവത് സവേ വധുഃ യാവദന്തം ദിവോ ഭൂമേഃ കാഷ്ഠാനാമുദഗാതുദഗ. അജാനന്ദഃ പ്രതിവിധിം തൂഷ്ണീമാസൻ സുരേശ്വരാः തതോ വൈകുണ്ഠമഗമത് ഭാസ്വരം തമസഃ പരം. യത്ര നാരായണഃ സാക്ഷാത് ന്യാസിനാം പരമാഗതിഃ ശാന്താനാം ന്യസ്തദണ്ഡാനാം യതോ നാവർത്തത്തെ ഗതഃ. തം തദാ വ്യസനം ദൃഷ്ട്വാ ഭഗവാൻ വൃജിനാർദ്ദനഃ ദൂരാത് പ്രത്യുദിയാത് ഭൂത്വാ ബഡുഗോ യോഗമായയാ. മേഖലാജിനദണ്ഡാക്ഷൈഃ തേജസാഗ്നിരിവജ്വലൻ അഭിവാദയാമാസ ച തം കുശപാണിർവിനീതവത്. ശ്രീഭഗവാനുവാച ശാകുനേയ ഭവാൻ വ്യക്തം ശ്രാന്തഃ കിം ദൂരമാഗതഃ ക്ഷണം വിശ്രമ്യതാം പുംസഃ ആത്മായം സർവകാമദുഃഖ. യദി ന ശ്രവണായാലം യുഷ്മദ്വ്യവസിതം വിഭോ ഭണ്യതാം പ്രായശഃ പുംഭിഃ ധൃതൈ സ്വാർത്ഥാൻ സമീഹത്തെ. ശ്രീശുക ഉവാച ഏവം ഭഗവതാ പൃഷ്ടോ വചസാമൃതവർഷിണാ ഗതക്ലമോബ്രവീത് തസ്മൈ യഥാ പൂർവമനുഷ്ഠിതം. ശ്രീഭഗവാനുവാച ഏവം ചേത്തർഹി തദ്വാക്യം ന വയം ശ്രദ്ധധീമഹി യോ ദക്ഷശാപാത് പൈശാച്യം പ്രാപ്ത പ്രേതപിശാചരാട്. യദി വസ്തത്ര വിശ്രംഭോ ദാനവേന്ദ്ര ജഗദ്ഗുരൗ തർഹ്യംഗാശു സ്വശിരസി ഹസ്തം യസ്യ പ്രതീയതാം. യദ്യസത്യം വചഃ ശംഭോഃ കഥഞ്ചിത് ദാനവർഷഭ തതൈനം ജഹ്യസദ്വാചം ന യദ്വക്താ നൃതം പുനഃ.
ഇത്തം ഭഗവതശ്ചിത്രൈർവചോഭിः സസുപേശലൈः ഭിന്നധീർവിസ്മൃതശീർഷ്ണി സ്വഹസ്തം കുമതിർവ്യധാത് അഥാപതദ്ഭിന്നശിരാ വജ്രാഹതൈവ ക്ഷണാത് ജയശബ്ദോ നമഃ ശബ്ദഃ സാധുശബ്ദോ ഭവദ്ദിവി മുമുചുഃ പുഷ്പവർഷാണി ഹതേ പാപേ വൃകാസുരേ ദേവർഷി പിതൃഗന്ധർവാ മോചിതഃ സങ്കടാത് ശിവഃ മുക്തം ഗിരിശമഭ്യാഹ ഭഗവാൻ പുരുഷോത്തമഃ അഹോ ദേവ മഹാദേവ പാപോയം സ്വേന പാപ്മനാ ഹതഃ കോനു മഹൽ സ്വീശ ജന്തുർവൈ കൃതകിൽബിഷഃ ക്ഷേമീ സ്യാത് കിമു വിശ്വേശേ കൃതാഗസ്കോ ജഗദ്ഗുരൗ യേവമവ്യാകൃതശക്ത്യുതന്വതഃ പരസ്യ സാക്ഷാത് പരമാത്മനോ ഹരേഃ ഗിരിത്രമോക്ഷം കഥയത് ശൃണോതി വാ വിമുച്യത്തെ സംസൃതിഭിസ്തദാരിഭിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുദ്രമോക്ഷണം നാമ അഷ്ടാശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ കഴിഞ്ഞ അധ്യായം 87-ാം അധ്യായം ശ്രുതിഗീത വളരെ ഗംഭീരമായി ഭഗവാന്റെ മഹിമയെ വേദങ്ങൾ എങ്ങനെയാണ് സ്തുതിക്കുന്നത്, നിർഗുണനായ ഭഗവാനെ ഗുണസ്വരൂപങ്ങളായ വാക്കുകളെ കൊണ്ട് വേദങ്ങൾ എങ്ങനെ വർണ്ണിക്കുന്നു, എങ്ങനെ സ്തുതിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ സനകാദികൾ തമ്മിലുള്ള സനന്ദന മഹർഷി മറ്റ് സഹോദരങ്ങളായ മഹാത്മാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ആ ശ്രുതിഗീത അവതരിപ്പിച്ചു. അവസാനം ഒരു നമസ്കാരത്തോടു കൂടിയാണ് ശ്രീശുക ബ്രഹ്മർഷി അല്ലെങ്കിൽ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു. ശ്രുതിഗീതയുടെ മുഴുവൻ സാരമായിട്ടുള്ള ഒരു ശ്ലോകമായിരുന്നു അതല്ലേ. യോസ്യോത്പ്രേക്ഷക ആദിമദ്യനിധനേ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാം അനുശയീ സുപ്തകുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ സേദേയദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാ അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ
ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇങ്ങനെ ഭാഗവതത്തിലുള്ള അനേക ശ്ലോകങ്ങൾ സമാനം അല്ലേ? അതിൻ്റെ എല്ലാം ആശയം ഒന്ന് തന്നെയാണ്. ഗജേന്ദ്രമോക്ഷത്തിലെ എല്ലാ വരികളും ഇതേ ആശയം തന്നെയാണ്. അപ്പോൾ ആരാണോ ഈ പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിൽ ദർശിച്ച് സോ അകാമയത അല്ലെങ്കിൽ സ തദൈക്ഷത എന്നെല്ലാം വേദം പറയുന്ന ഈ ഒരു താൻ തന്നെ പലതായി തീരട്ടെ എന്ന് സ്വയം ദർശിച്ച് സ്വയം സങ്കല്പിച്ച് സർവജ്ഞനായ ആ ഭഗവാൻ താൻ തന്നെ പലതായി തീരുന്ന ആ ദർശനമാണ് യഹ അസ്യ ഉത്പ്രേക്ഷക. ആരാണോ ഇതിനെ നന്നായി ഉത്പ്രേക്ഷിച്ചതെന്നുള്ള നന്നായി ഉയർന്നു ദർശിച്ചത്, തൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഉയർന്നു കണ്ടു എങ്ങനെ ആയിരിക്കണം തൻ്റെ വിശ്വനിർമ്മാണ ലീല, എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഭരണം, എന്തായിരിക്കണം അവിടുത്തെ വ്യവസ്ഥകൾ എന്നെല്ലാം വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് അദ്ദേഹം തന്നെ എല്ലാമായി തീർന്നു. ആദിമധ്യ നിധനേ യോ അവ്യക്ത ജീവേശ്വരോ. ആദിയിലും മധ്യത്തിലും നിധനത്തിലും, ആദി അതിൻ്റെ ഉത്ഭവം, അതുപോലെ മധ്യം അതിൻ്റെ സ്ഥിതി, നിധനം അതിൻ്റെ പ്രളയം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെല്ലാം സ്വയം താൻ തന്നെ എല്ലാം ചെയ്തുകൊണ്ട് എല്ലാം ആയിക്കൊണ്ട് അവ്യക്ത ജീവേശ്വര. അവ്യക്തം എന്നാൽ പ്രകൃതി, മൂലപ്രകൃതി, 24 തത്വങ്ങളും. ജീവൻ എന്നാൽ ചൈതന്യം, പുരുഷൻ. അങ്ങനെ 25 തത്വങ്ങളുടെയും നിയന്താവായി അവ്യക്ത ജീവേശ്വര. പ്രപഞ്ചത്തിന്റെ ഉപാദാന നിമിത്ത കാരണങ്ങൾ താൻ തന്നെ സ്വയമായിക്കൊണ്ട് യസൃഷ്ട്വേദമനുപ്രവിശ്യ. ഏതൊരുവനാണോ ഇതിനെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിലെല്ലായിടത്തും പ്രവേശിച്ച്, അനുപ്രവിശ്യ, അനു എന്നാൽ നിരന്തരം എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട്, ഭഗവാൻ ഇല്ലാത്തതായിട്ടുള്ള ഒരു അണുപോലുമില്ല, ആകാശത്തിലെ ഒരു സുഷിരം പോലുമില്ല, എല്ലായിടത്തും അനുപ്രവിശ്യ ഋഷിണാചക്രേ പുരശാസ്തിതാഹ. അപ്പൊ അതിലെല്ലാം അന്തര്യാമിയായി എല്ലാം ദർശിച്ചുകൊണ്ട് പുരങ്ങളെയെല്ലാം സൃഷ്ടിച്ചുവോ. യഹ പുരഹ ചക്രേ. എന്നിട്ട് താഹായഹ ശാസ്തി. ആ പുരങ്ങളെയെല്ലാം ഏതൊരുവൻ ശാസിക്കുന്നുവോ. അനുശയീ സുപ്തഃ കുലായം യഥാ. എപ്രകാരമാണോ ജീവനായി അതിനകത്ത് പ്രവേശിച്ച് ഒരു ഉറങ്ങിയവൻ ശരീരത്തെ അറിയാതെ ശരീരത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്നത് പോലെ ഉണർവിലും ശരീരത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്നവനാണ് ഭഗവാൻ. നമുക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് സുപ്തഃ കുലായം യഥാ. ഉറങ്ങിക്കിടക്കുന്നവൻ എങ്ങനെ തൻ്റെ ശരീരത്തിൽ നിന്ന് വേറിട്ട് ശരീരത്തിന്റെ ധർമ്മങ്ങളെല്ലാം വിസ്മരിച്ച് ശരീര താതാത്മ്യം കൂടാതെ ഒരു പക്ഷി കൂട്ടിൽ കിടക്കും പോലെ ഈ ജീവൻ ഈ ശരീരത്തിൽ കിടക്കുന്നു. പക്ഷി വേറെയാണ്, കൂട് വേറെയാണ്. പക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും ആ കൂട് വിട്ട് പറന്നു പോകാം. പക്ഷി പൂർണ്ണ സ്വതന്ത്രനാണ്. കൂടിനെ ആശ്രയിച്ചല്ല പക്ഷി ഇരിക്കുന്നത്. ആ പക്ഷി തൻ്റെ ശക്തി കൊണ്ട് നിർമ്മിച്ചതാണ് ആ കൂട്. ആ കൂട് നശിച്ചാലും പക്ഷി നശിക്കുന്നില്ല. പുതിയൊരു കൂട് കെട്ടാൻ ആ പക്ഷിക്ക് യാതൊരു പ്രയാസവുമില്ല. കുലായം യഥാ. കുലായം എന്നുള്ളതിന് ശരീരമെന്നും പക്ഷിക്കൂട് എന്നും അർത്ഥമുണ്ട്. നമ്മുടെ ശരീരം ഒരു പക്ഷിക്കൂടാണ്, ഒരു നീടമാണ്. അപ്പോൾ ആ ഒരു കുലായം പോലെ, ഒരു കുലായത്തിൽ അഥവാ പക്ഷിക്കൂട്ടിൽ പക്ഷി താമസിക്കും പോലെ ഉറങ്ങിക്കിടക്കുന്നവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വേറിട്ട് കിടക്കും പോലെ
ഈ പ്രകൃതിയിൽ നിന്ന് 24 തത്വങ്ങളിൽ നിന്ന് വേറിട്ട് ചൈതന്യം കുടികൊള്ളുന്നു ഓരോ ശരീരത്തിലും. യം സമ്പദ്യ അജാം ജഹാദി. അങ്ങനെയുള്ള ഏതൊരു പുരുഷനെ, ചൈതന്യത്തെ പ്രാപിച്ചാലാണോ ജ്ഞാനികൾ മായയെ ഉപേക്ഷിക്കുന്നത്, മായയെ ജയിക്കുന്നത്. മായയെ ജയിക്കണമെങ്കിൽ ആ തത്വത്തെ അറിയണം. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, മറ്റതൊന്നുമല്ല ഞാൻ. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർ ന തേജോ ന വായു. ഇതൊന്നുമല്ല. നേതി 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 എന്ന് എല്ലാറ്റിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്റെ സ്വരൂപം എന്താണ്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് ആര് സാക്ഷാത്കരിക്കുന്നുവോ, ആർക്ക് അതിൽ ദൃഢനിഷ്ഠയുണ്ടാകുന്നുവോ, അങ്ങനെയുള്ളവൻ യം സമ്പദ്യ അജാം ജഹാദി, ആ മായയെ ത്യജിക്കുന്നു, മായയെ ജയിക്കുന്നു, മായയെ അതിക്രമിക്കുന്നു. ആ തത്വം അറിഞ്ഞാലാണ് മായയെ ജയിക്കുക. ആ പരമസത്യം, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞില്ലേ, ആ പരമസത്യത്തെ അറിയുന്നതോടുകൂടി മായയുടെ എല്ലാ പ്രഭാവവും മങ്ങിപ്പോകുന്നു, നശിച്ചു പോകുന്നു. അങ്ങനെ കൈവല്യ നിരസ്തയോനിം അഭയം തം ഹരിം അജസ്രം ധ്യായേത്. സ്വയം കൈവല്യം എന്നാൽ കേവലസ്യ ഭാവം. ഭഗവാൻ സ്വയം കേവലനാണ്, അദ്വിതീയനാണ്, ഏകനാണ്. ഭഗവാൻ അല്ലാതെ രണ്ടാമതൊരു വസ്തു ഇല്ല. അതുകൊണ്ട് തന്നെ ഭഗവാന് യോനി അഥവാ കാരണം ഉണ്ടോ? ഭഗവാന് അച്ഛനമ്മമാരുണ്ടോ? നിർമ്മാതാവ് ആരെങ്കിലും ഉണ്ടോ? ഭഗവാന്റെ സൃഷ്ടികർത്താവായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്വയംഭു, സ്വയം നിർമ്മിച്ചവനാണ്, അല്ലെങ്കിൽ സ്വയം എന്നും ഉള്ളവനാണ്. ആ കേവലത്വാത് നിരസ്തയോനിയാണ് ഭഗവാൻ. തന്നിൽ നിന്ന് അന്യമായിട്ട് തനിക്ക് മുമ്പോ പിമ്പോ തനിക്ക് ഒപ്പമോ വാസ്തവത്തിൽ ആരുമില്ല. അഹമേവാസ്വമേവാഗ്രേ നാന്യത് യത് സദസത് പരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. ആ രണ്ടില്ലാത്ത കാരണം കൊണ്ട് തന്നെ തനിക്കൊരു കാരണമില്ലാത്തവനായിരിക്കുന്ന കൈവല്യ നിരസ്തയോനിം അഭയം. രണ്ടിലാണ് ഭയം ഉണ്ടാകുന്നത്. ഒന്നു മാത്രമായിരിക്കുമ്പോൾ ഭയമില്ല. ദ്വിതീയാത് വൈ ഭയം ഭവതി. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ. ഇണ്ടലുണ്ടാകുന്നത് രണ്ടുള്ളപ്പോഴാണ്. ഒന്നിൽ ഭയമില്ല. ആ ഒന്നായിരിക്കുന്നത് കൊണ്ട് അഭയം ആയിരിക്കുന്ന തനിക്ക് യാതൊന്നിനെയും ഭയമില്ല. മറ്റുള്ള തന്നെ ആശ്രയിക്കുന്ന ജീവന്മാർക്കെല്ലാം താൻ തന്നെയാണ് അഭയമായിരിക്കുന്നതും. ഈ ഒരു ഭാവത്തെ ആര് സാക്ഷാത്കരിക്കുന്നുവോ, ആര് ശരണം പ്രാപിക്കുന്നുവോ അവര് ഭയരഹിതരായിത്തീരുന്നു. അങ്ങനെയുള്ള തം ഹരിം, ആ ഹരിയെ, എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്ന, എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന, എല്ലാ അജ്ഞാനത്തെയും ഹരിക്കുന്ന ആ ഹരിയെ അജസ്രം ധ്യായേ, നിരന്തരം ധ്യാനിക്കേണ്ടതാണ് എന്നൊരു ഉപദേശവാക്യത്തോടു കൂടിയാണ് ശ്രീ സുഖബ്രഹ്മർഷി ശ്രുതിഗീത അവസാനിപ്പിച്ചത്. അപ്പോൾ അത് എപ്പോഴും ചൊല്ലുകയും അതിൻ്റെ അർത്ഥം ഭാവന ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ധ്യാനത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു ശ്ലോകമാണ്. സത്യം പരം ധീമഹി എന്ന പോലെ മനനത്തിനും ധ്യാനത്തിനും ഉത്തമമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ആദിശങ്കര ഭഗവത്പാദര് വിവേക ചൂടാമണിയിലൂടെ നമ്മൾക്ക് ഉപദേശിക്കുന്ന
വളരെ വിശദമായി 10 ശ്ലോകങ്ങളെ കൊണ്ട് അദ്ദേഹം ഈ ഒരു ആശയത്തെ നമുക്ക് ഉപദേശിക്കുന്നുണ്ട്. തദ് ബ്രഹ്മത്വം അസീതി ആത്മനി ഭാവയ. ഈ ബ്രഹ്മമാണ് നീയെന്ന് ആത്മാവിൽ, സ്വരൂപത്തിൽ നിരന്തരം ഉറപ്പിക്കൂ, ഭാവന ചെയ്ത് ഉറപ്പിക്കൂ. അത് തന്നെയാണ് ഇവിടെയും. ധ്യായേത് അജസ്രം ഹരിം. അപ്പോൾ ഒന്നുകൂടെ അതൊന്ന് ഓർമ്മിച്ചതാണ്. എല്ലാവർക്കും ഈ ഒരു ശ്ലോകം ഹൃദ്യമായി എന്നും ബൈഹാർട്ടായി രാവിലെയും വൈകുന്നേരവും രാത്രിയിലും ഉച്ചയ്ക്കുമൊക്കെ ചൊല്ലാൻ തോന്നട്ടെ. അതിൻ്റെ അർത്ഥം ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കട്ടെ. അങ്ങനെ എന്താ പറയുക, അഭയം എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എല്ലാ ഭയങ്ങളും നീങ്ങി എല്ലാവരും സ്വസ്ഥരായി ഭവിക്കട്ടെ. അപ്പോൾ നമുക്കിനി 88-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ മറ്റൊരു പ്രകരണം. ദശമസ്കന്ധം 90 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ അതിമനോഹരമായ അവതാരം, കൃഷ്ണ അവതാരം, പൂർണ്ണ അവതാരം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സ്ഥാപിക്കുകയാണ്. അതിലൂടെ ആ ഭഗവാനിൽ നമ്മൾക്ക് ഭക്തി ഉറയ്ക്കാനായിക്കൊണ്ട് ഭഗവാന്റെ അനേക ലീലകൾ, അത്ഭുത ലീലകൾ ഒരിക്കൽ കേട്ടാൽ മറക്കാൻ കഴിയില്ല. കാരണം സാധാരണക്കാർ ചെയ്യുന്ന ഒരു കാര്യങ്ങളല്ല ഭഗവാൻ ചെയ്തിരിക്കുന്നത്. സാധാരണക്കാർ ചെയ്യുന്ന കാര്യങ്ങളും ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഓർമ്മ നിൽക്കില്ല. ഭഗവാൻ ചെയ്ത അങ്ങനെയുള്ള സാധാരണ കർമ്മങ്ങളൊന്നും നമുക്ക് ഓർമ്മ നിൽക്കേണ്ട കാര്യമില്ല എന്ന് തോന്നും. കാരണം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ ഭഗവാനും ചെയ്യുന്നു. അതിലെന്താ പത്ര വിശേഷമുള്ളത് എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ആ ലീലകളെയൊക്കെ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന ആറ്റിറ്റ്യൂഡിൽ എടുക്കും. അപ്പം അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതമായിട്ടുള്ള ലീലകളെ ചെയ്തത്. ആ അത്ഭുത ലീലകൾ നമ്മൾക്ക് ഇന്നും ചർച്ചയ്ക്ക് വിഷയമാണ്. അനുകൂലമായോ പ്രതികൂലമായോ, അല്ലെ, വിശ്വാസികളോ അവിശ്വാസികളോ ആയിട്ടുള്ള ആളുകൾ, അവിശ്വാസികൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു. വിശ്വാസികൾ അതിനെ ഭക്തിപൂർവം വീണ്ടും 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 ആസ്വദിക്കുന്നു. എന്തുതന്നെയാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും ചർച്ചാ വിഷയങ്ങളാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്ഭുതങ്ങളായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ. എന്നും അല്ലേ, ഭഗവാന്റെ അവതാരം എന്തിന് എന്ന് കുന്തിദേവിയുടെ സ്തുതിയിൽ പറയും പോലെ സംസാരികളായിരിക്കുന്ന ആളുകൾക്ക് നിരന്തരം പാടി സ്മരിച്ച് മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാണതെല്ലാം. ഭഗവാനിൽ ഭക്തി വളരാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ലീലകളാണ്. അപ്പോൾ അങ്ങനെ ലീലകളിലൂടെ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ നിരോധിച്ച്, അല്ലേ, നമ്മുടെ മനസ്സിൻ്റെ ബഹിർമുഖതയെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാന്റെ കഥകളിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിച്ച് അകൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ നാമത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആകർഷിക്കുന്നവനും ആനന്ദിപ്പിക്കുന്നവനും, കർഷതി നന്ദതി, കർഷണം ചെയ്യുന്നവനും ആനന്ദിപ്പിക്കുന്നവനുമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ രൂപം തന്നെ ആകർഷണീയം, കാണുന്നത് ആനന്ദം. ഭഗവാന്റെ ലീലകൾ കർണങ്ങൾക്ക് ആനന്ദം, മനസ്സിന് ആകർഷണീയം. ഇങ്ങനെ ഭഗവാനെ സംബന്ധിച്ചതെല്ലാം മധുരം മധുരം എന്ന് നമ്മൾ പാടുന്നു, അല്ലേ? എന്താണ് ഭഗവാന്റെ മധുരമല്ലാത്തത്? മധുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നത്, ആഹ്ലാദത്തെ വർദ്ധിപ്പിക്കുന്നത് എന്നാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ, ആഹ്ലാദത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലീലകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ആകർഷിച്ചു. ഇനി നമ്മുടെ
ഏകാഗ്രത ഉറയ്ക്കാൻ മറ്റ് ദേവന്മാരിലേക്കും മറ്റുമൊക്കെ പോകുന്നതായിട്ടുള്ള മനസ്സിനെ ഈ കൃഷ്ണനിൽ തന്നെ ഉറപ്പിക്കാനായിക്കൊണ്ട് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പല പല ദേവതകളെ ഭജിക്കുന്നു. തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയാ. അന്യദേവതാ ഭക്തന്മാര് അതാത് നിയമങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം പ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ട്, ഓരോരുത്തർക്കും പ്രകൃതിയുണ്ട്, സാത്വിക പ്രകൃതി, രാജസ പ്രകൃതി, താമസ പ്രകൃതി, ഇങ്ങനെ ഓരോ പ്രകൃതിക്കും പ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ദേവതകളെ ഇഷ്ടദേവതകളായി ഉപാസിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദേവതകളെ പ്രാർത്ഥിക്കുന്നത്. ആദ്യകാലത്ത് ഇഷ്ടദേവതയൊന്നും ഉണ്ടാവില്ല. ഓരോ കാര്യത്തിനും ഓരോ ദേവതകളുടെ പുറകെ പോവുക. ഇതാണ് ഒരു പ്രാകൃതനായിട്ടുള്ള ഒരു മതവിശ്വാസിയുടെ സോ കോൾഡ് ഭക്തനൊന്നും ആയിട്ടൊന്നുമില്ല. ഭക്തന്റെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള, ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും പ്രാകൃതൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ. ഈശ്വരനുണ്ട്, ദൈവീക ശക്തികളുണ്ട് എന്ന് അവന് വിശ്വാസമുണ്ട്. തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ശക്തനായിട്ടുള്ള ഒരു ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ ആ ഈശ്വരന്റെ വിവിധങ്ങളായ ഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ 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 ദേവന്മാരുണ്ട്, ദേവതകളുണ്ട്. ഓരോരുത്തരെ ഓരോ കാര്യത്തിന് വേണ്ടി സമീപിക്കണമെന്ന് പല ഭാഗത്തുനിന്നും കേട്ടിട്ടുണ്ട്, പൂർവീകരൊക്കെ അനുഷ്ഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയ, അവനവന്റെ ആവശ്യങ്ങൾ സ്വഭാവം എല്ലാം അനുസരിച്ചുകൊണ്ട് ആ ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട് അതാത് ദേവതകളെ പൂജിക്കുന്നു, ആരാധിക്കുന്നു. അവരിലൂടെ, ആ ദേവതകളിലൂടെ ഫലം കിട്ടും. തീർച്ചയായിട്ടും അന്യദേവതകളെ ഉപാസിക്കുന്നവർക്കെല്ലാം അതിന്റെ ഫലം കിട്ടും. അത് ആര് കൊടുക്കുന്നതാണ്? അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. മയൈവ വിഹിതാൻ ഹിതാൻ താൻ മയൈവ വിഹിതാൻ ഇതി വിദ്ധി. എന്നാൽ തന്നെ നൽകപ്പെട്ടതാണെന്ന് അറിയണം. ഞാനാണ് ഈ ദേവതകളുടെയൊക്കെ പുറകിൽ ഇരുന്നുകൊണ്ട് അവരെല്ലാം നിയന്ത്രിക്കുന്നത്, അവർക്കെല്ലാം ആ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നതും ശക്തികൾ കൊടുത്തിരിക്കുന്നതും അനുഗ്രഹ സാമർത്ഥ്യം കൊടുത്തിരിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അവര് എൻ്റെ ബ്രാഞ്ചുകളാണ്, എൻ്റെ വിഭൂതികളാണ്. അവർ ചെറിയ ചെറിയ സ്ഥാനങ്ങൾ മാത്രമാണ് വഹിക്കുന്നത്. അവർക്ക് ചെറിയ ശക്തികളെ ഉള്ളുതാനും. അവർ റീറ്റെയിലേഴ്സ് ആണ്. അവർക്കെല്ലാം സപ്ലൈ ചെയ്യുന്നത്, എല്ലാ ശക്തികളും എല്ലാ മെറ്റീരിയൽസും എല്ലാം ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്നത് ഞാനാണ് എന്നെല്ലാം ആവർത്തിച്ച് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാവർക്കും, എല്ലാവരും ഗീത പഠിക്കുന്നുണ്ടോ? ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. അപ്പോൾ ആരും അതൊന്നും പഠിക്കാറില്ല, അറിയാറില്ല. അതുകൊണ്ട് ഓരോരുത്തരും നാടോടുമ്പോൾ നടുവേ ഓടുക, അല്ലെങ്കിൽ മുമ്പേ ഗമിക്കുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ് ഗതാനുഗതിക ന്യായമനുസരിച്ച് ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് അതാതിൻ്റെ പുറകെ പോകുന്നു, ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കൊന്നും സംസാരത്തിൽ നിന്നും മുക്തിയില്ല. അവർ വീണ്ടും സംസാരികളായി തന്നെ തുടരും. കാരണം അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, അവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് ഓരോരോ ദേവതകളെ ഭജിക്കുന്നത്. അവരുടെ കാര്യസാധ്യത്തിനാണ്. അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ച് ഭഗവാൻ 7-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. അതിൽ അർത്ഥാർത്ഥിയും ആർത്തനും രണ്ടു കൂട്ടരും ഈ പറഞ്ഞ
വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ദുഃഖം വരുമ്പോൾ ദുഃഖനിവൃത്തിക്ക് വേണ്ടി മാത്രം ഭഗവാന്റെ വിവിധ ഭാവങ്ങളെ ഭജിക്കുക, അല്ലെങ്കിൽ ഓരോ കാര്യസാധ്യത്തിന് അർത്ഥാർത്ഥിയായിട്ട് ഭഗവാനെ വിവിധ ഭാവങ്ങളിൽ ഭജിക്കുക. ജിജ്ഞാസുവായി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ഉയർന്ന തലമായി ഭഗവാന്റെ തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ജിജ്ഞാസു. അത് കഴിഞ്ഞ് അവൻ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ശാസ്ത്രങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, ഈശ്വര അനുഗ്രഹം കൊണ്ട് ജ്ഞാനിയായി മാറും. അജ്ഞാനിയാണ് ഉത്തമ ഭക്തൻ. അജ്ഞാനിയും ഞാനും തമ്മിൽ ഭേദമില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ആ തലത്തിലേക്ക് എത്തണം. നമ്മളെല്ലാവരും ആ ഒരു ജ്ഞാനീ ഭക്തന്റെ അവസ്ഥയിലേക്ക് ഉയരണം. അപ്പോഴേ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം സാഫല്യം ആവുന്നുള്ളൂ. അല്ലെങ്കിൽ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ എന്താ പറയുക, ഒരു സമുദ്രത്തിൽ നമ്മൾ ചാടി കാൽ ഭാഗം നീന്തിയവനും മുങ്ങിച്ചാവും, പകുതി വരെ നീന്തിയാലും മുങ്ങിച്ചാവും, മുക്കാൽ ഭാഗം നീന്തിയാലും മുങ്ങിച്ചാവും. മറുകര കടന്നവൻ മാത്രമാണ് മുക്തനാവുന്നത്. അതുപോലെയാണ് ആർത്തനും അർത്ഥാർത്ഥിയും ജിജ്ഞാസുവും ഒക്കെ ഈ സംസാരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ്. സംസാരസാഗരത്തിൽ കാൽഭാഗം നീന്തിയവരാണ് ആർത്തന്മാര്, പകുതി ഭാഗം നീന്തിയവരാണ് അർത്ഥാർത്ഥികള്, മുക്കാൽ ഭാഗം നീന്തിയവരാണ് ജിജ്ഞാസുക്കൾ. അവരും കരയിലെത്തിയിട്ടില്ല. ജ്ഞാനി മാത്രമാണ് കര കടന്നവർ, സംസാരത്തെ തരണം ചെയ്തവർ. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. എല്ലാം ആ വാസുദേവനാണെന്ന് അറിയുന്ന ആ മഹാത്മാവ്, അങ്ങനെയുള്ളവർ ഈ ലോകത്തില് സുദുർലഭ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. 7-ാം അധ്യായത്തിൽ ഗീതയിൽ വീണ്ടും ഭഗവാൻ ആരംഭത്തിലേ പറഞ്ഞു, മനുഷ്യന്മാരിൽ വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിൽ സഹസ്രേഷു കശ്ചിത് എന്നെ ഭജിക്കുന്നു. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് എന്നെ ഭജിക്കുന്നു. അതിൽ ഭജിക്കുന്നവരിൽ തന്നെ കശ്ചിത് മാം വേത്തി തത്വതഃ, എന്നെ ശരിക്കും അറിയുന്നത് ആ ഒരുവന്മാരുടെ കൂട്ടത്തിൽ ഒരുവനാണ്. ഭാഗ്യവാന്മാരായിട്ടുള്ള സുഹൃതികളായിട്ടുള്ള ഒരാൾ മാത്രം എന്നെ അറിയുന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ ദുർലഭമായിട്ടുള്ള ആളുകളാണ് എന്നെ സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളും ഭാഗവതത്തിലെ ഭഗവാന്റെ അത്ഭുതങ്ങളായ കഥകളൊക്കെ കേട്ട് അതിൽ നിന്ന് ഭഗവാന്റെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള മാഹാത്മ്യം, ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കി ആ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് മറ്റു വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ നിവർത്തിച്ച് ശുദ്ധസത്വമൂർത്തിയായിരിക്കുന്ന ആ കൃഷ്ണനെ അല്ലെങ്കിൽ നാരായണനെ തന്നെ ഭജിച്ച് അന്ധക്കരണം പരിപൂർണമായി ശുദ്ധമായി കഴിയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രകാശം അവിടെ സ്വയം എന്താ പറയുക, അവിടുത്തെ അജ്ഞാനത്തെ മുഴുവൻ നീക്കി സ്വയം പ്രകാശിക്കുന്നു. ഭഗവാനും ഭക്തനും ഒന്നാണെന്നുള്ളതായിട്ടുള്ള സാക്ഷാത്കാരം അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉപദേശാത്മകമായിട്ടുള്ള ഒരു പ്രകരണമാണ് ഈ 88-ാം അധ്യായം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അത് 88-തമോऽധ്യായഃ. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജാ നതു ലക്ഷ്മ്യാഃ പതിം ഹരിം ഏതദ്വേദിതുമിച്ഛാമഃ സന്ദേഹോത്ര മഹാൻഹിനഃ വിരുദ്ധശീലയോഃ പ്രഭോഃ വിരുദ്ധാ ഭജതാം ഗതിഃ. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യ ശിവം ശിവം
പ്രാജസ്തേ ധനിനോ ഭോജാഃ നതു ലക്ഷ്മ്യാഃ പതിം ഹരിം ഏതദ്വേദിതുമിച്ഛാമഃ സന്ദേഹോത്ര മഹാൻഹിനഃ വിരുദ്ധശീലയോഃ പ്രഭോഃ വിരുദ്ധാഭജതാം ഗതിഃ. പരീക്ഷത്തിന്റെ ഒരു സംശയം, ചോദ്യം കൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയങ്ങളാണ്. ആ സംശയത്തിന് ശുകബ്രഹ്മർഷി പിന്നീട് മറുപടി കൊടുക്കുന്നു. അപ്പൊ എന്താണ് സംശയം, എന്താണ് ചോദ്യം? ദേവാസുരമനുഷ്യേഷു യേ അശിവം ശിവം ഭജന്തി. ദേവാസുര മനുഷ്യേഷു, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാർ, ഇവരിൽ വെച്ച് ഏതൊരാളുകളാണോ, യാവരാണോ, ബഹുവചനമാണ് ഏ എന്നുള്ളത്, ആരൊക്കെയാണോ അശിവം ശിവം ഭജന്തി. അശിവം എന്ന് പറഞ്ഞാൽ അമംഗളം എന്ന് സാമാന്യ അർത്ഥം. ഇവിടെ ശിവനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ശിവം, ശിവനെ ഭജിക്കുന്നത്. ഇവിടെ ശിവൻ അശിവനാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ആ ഭൗതിക പശ്ചാത്തലം. ശിവനെ നമ്മൾ കാണുന്നത് ശ്മശാനവാസിയായും നാഗഭൂഷണനായും ഭസ്മധാരിയായും ജടാധാരിയായും അതുപോലെ രുദ്രാക്ഷാദികൾ മാത്രം ആഭരണങ്ങളായും ആനത്തോലും പുലിത്തോലും മാത്രം വസ്ത്രമായും ഭൂതപ്രേത പിശാചുക്കൾ സഹചാരികളായും ഒക്കെയുള്ളതാണ് ആ ശിവന്റെ അവസ്ഥ. അപ്പൊ നോക്കുമ്പോൾ ഒരു അമംഗളമൂർത്തി, അതുകൊണ്ട് അശിവമൂർത്തി എന്ന് ഇവിടെ ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെയുള്ള അമംഗളമൂർത്തിയായിരിക്കുന്ന ശിവനെ ഭജിക്കുന്നു ദേവന്മാരും അസുരന്മാരും മനുഷ്യരിലും ചിലർ. അങ്ങനെയുള്ളവര് പ്രായഃ തേ ധനിനഃ ഭോജാഃ. പ്രായഃ എന്ന് പറഞ്ഞാൽ പ്രായേണ, താരതമ്യേന, അധികം ആളുകളും എന്നാണ് അതിന്റെ താല്പര്യം. അപ്പൊ പ്രായേണ തേ, അവര് ഈ ശിവനെ ഭജിക്കുന്നവര് ധനിനഃ, അവര് ധനികന്മാരായിട്ട് കാണപ്പെടുന്നു. ശിവഭക്തന്മാര് ധനികന്മാരായിട്ട് കാണപ്പെടുന്നു. ഭോജാഹ, ഭോജാഹ എന്ന് പറഞ്ഞാൽ ഭോജ്യങ്ങൾ അനുഭവിക്കുന്നവർ, ഭോഗങ്ങൾ അനുഭവിക്കുന്നവർ, ധാരാളം സുഖഭോഗങ്ങൾ ഉള്ളവരുമായി ഭവിക്കുന്നു. എന്നാൽ ലക്ഷ്മ്യാഹ പതിം ഹരിം നതു. ലക്ഷ്മ്യാഹ പതിം, ലക്ഷ്മ്യാഹ ലക്ഷ്മിയുടെ, ലക്ഷ്മി ദേവിയുടെ പതിം ആരാണ്? ഭഗവാൻ വിഷ്ണുവിനെ. ഹരിയെ, ഹരിം എന്ന് പറയുന്നുണ്ട്, ആ ഹരിയെ ഭജിക്കുന്നവർ നതു, അവരങ്ങനെ ധനികന്മാരോ സുഖികളോ ആയി കാണപ്പെടുന്നില്ലല്ലോ. അപ്പൊ മഹാദേവന്റെ ഭക്തന്മാർ സുഖിയന്മാരും ധനികന്മാരുമായി കാണപ്പെടുമ്പോൾ ലക്ഷ്മീപതിയെ ഭജിക്കുന്നവർ എന്തേ അത്രയും ധനികന്മാരും സുഖിയന്മാരുമായി കാണാത്തത്? ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളും നേരിടുന്നവരായിട്ടാണല്ലോ വിഷ്ണു ഭക്തന്മാരെ കാണുന്നത് എന്നാണ് ആശയം. ഏതദ്വേദിതുമിച്ഛാമഃ സന്ദേഹോത്ര മഹാൻഹിനഃ വിരുദ്ധശീലയോഃ പ്രഭോഃ വിരുദ്ധാഃ ഭജതാം ഗതിഃ. അപ്പൊ ഇങ്ങനെ അത്ര മഹാൻ സംശയഃ നഃ, മഹാൻ സന്ദേഹഃ നഃ. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ സന്ദേഹമുണ്ട്, സംശയമുണ്ട്. ഏത്? വിരുദ്ധശീലയോഃ പ്രഭോഃ ഭജതാം ഗതിഃ വിരുദ്ധാ. ഈ വിരുദ്ധശീലന്മാരായിട്ടുള്ള ഈ പ്രഭുക്കളെ രണ്ടുപേരെയും ഭജിക്കുന്നവരുടെ ഗതി വിരുദ്ധങ്ങളായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണു ലക്ഷ്മീപതിയാണ്, അതാണ് എടുത്തു പറഞ്ഞത്. ലക്ഷ്മി സ്വന്തമായി എപ്പോഴും കൂടെ തന്നെ ഉണ്ട്, അല്ലേ? ഭഗവാൻ ഐശ്വര്യം വീര്യം യശസ് ശ്രീ അംഗാ സംഗാ സദാ ശ്രീ. ഭഗവാന്റെ കൂടെ പിരിയാതിരിക്കുന്നവളാണ് ലക്ഷ്മി. അപ്പൊ സർവലക്ഷ്മിയും സ്വന്തം കയ്യിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള, ലക്ഷ്മിയാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ മംഗളമൂർത്തിയാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ മംഗളമാണല്ലോ. അശ്രീയാണ് അമംഗളം.
അവിടെ അശിവം എന്ന് ശിവനെ പറഞ്ഞ് വൈരുദ്ധ്യത്തെ, അല്ലേ, കോൺട്രഡിക്ഷൻ, പരസ്പരം എങ്ങനെ ഇരിക്കുന്നു അവരുടെ രൂപവും ഭാവവും. ഒരാള് ശ്മശാനത്തില് അശിവമായിട്ടുള്ള മൂർത്തിയോടുകൂടി ഇരിക്കുന്നു, മറ്റൊരാള് ലക്ഷ്മീ ദേവിയാൽ സേവിതനായി സർവ ഐശ്വര്യ വിഭൂഷിതനായി ഏറ്റവും മനോഹരമായ മംഗളമൂർത്തിയായിരിക്കുന്നു. അങ്ങനെയുള്ള ആ ലക്ഷ്മിയെ ഭജിക്കുന്നവർക്കല്ലേ ധാരാളം ധനമുണ്ടാകേണ്ടത്, സുഖമുണ്ടാകേണ്ടത്. ശ്മശാനവാസിയായ വൈരാഗ്യമൂർത്തിയായ ഒന്നും കയ്യിലില്ലാത്ത നിഷ്കിഞ്ചനായ വെറും തലയോട്ടിയെ ഭിക്ഷാപാത്രമായി കൊണ്ടു നടക്കുന്ന ആ ഭിക്ഷുവിനെ ഭജിക്കുന്നവർക്ക് എങ്ങനെ ഈ സമ്പത്തെല്ലാം വരുന്നു? പക്ഷെ അവർ രണ്ടുപേരും പ്രഭുക്കളാണ് എന്നിവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അവരെ ഭജിക്കുന്നത്. ശിവനും പ്രഭുവാണ്, നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ആളാണ് എന്നറിയാം. അപ്പൊ അങ്ങനെയുള്ള പ്രഭുവോഹോ, രണ്ട് പ്രഭുക്കന്മാരെ, വിരുദ്ധശീലയോഹോ, വിരുദ്ധങ്ങളായ ശീലത്തോടു കൂടിയതായുള്ള ഈ പ്രഭുക്കളെ ഭജതാം ഗതിഹി വിരുദ്ധ, ഭജിക്കുന്നവരുടെ ഗതി വിരുദ്ധമായിരിക്കുന്നു എന്നുള്ള വിഷയത്തിൽ അത്ര നഹ മഹാൻ സന്ദേഹ. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് മഹത്തായ സംശയമുണ്ട്. ഏതദ്വേദിതുമിച്ഛാമഹ, ഇത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ? അമംഗളമൂർത്തിയായ ശിവനെ ഭജിക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും എല്ലാ സുഖവും ഉണ്ടാകുന്നു. മംഗളസ്വരൂപനായ ലക്ഷ്മീപതിയായ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ദാരിദ്ര്യവും ദുഃഖവും കഷ്ടപ്പാടുകളും. ഇത് പരസ്പര വിരുദ്ധമായിരിക്കുന്നല്ലോ. ഇത് സംശയമാണ്. അതുകൊണ്ട് വ്യക്തമാക്കി തരണം എന്ന് പറയണം. അതിന് ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയുന്നു. ശ്രീശുക ഉവാച ശിവശക്തിയുതശശ്വത ത്രിലിംഗോ ഗുണസംവൃതഃ വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ തതോ വികാരാ അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാം അശ്നുതേ ഗതിം. ശ്രീശുക ഉവാച ശിവശക്തിയുതശശ്വത ത്രിലിംഗോ ഗുണസംവൃതഃ വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ തതോ വികാരാ അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാമശ്നുതേ ഗതിം. ശ്രീശുക ബ്രഹ്മർഷി സംശയത്തിന് മറുപടി ആരംഭിക്കുന്നു. ശിവഃ ശക്തിയുതഃ ശശ്വത് ത്രിലിംഗഃ ഗുണസംവൃതഃ. അപ്പൊ ശശ്വത് ശക്തിയുതഃ ശിവഃ. ശശ്വത് എപ്പോഴും, നിരന്തരം എന്നൊക്കെ അർത്ഥം. എല്ലായ്പ്പോഴും ശക്തിയുതഃ ശിവഃ, ശക്തിയോടുകൂടിയവനാണ് ശിവൻ. എന്താ ഇവിടെ ശക്തി എന്ന് പറഞ്ഞാൽ മായാശക്തി തന്നെയാണ്, പ്രകൃതി തന്നെയാണ് ഇവിടുത്തെ ശക്തി. അപ്പൊ പ്രകൃതിയോടുകൂടി ഇരിക്കുന്നവനെയാണ് ഇവിടെ ശിവൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രകൃതി തത്വത്തോട് ചേർന്നിരിക്കുന്നവൻ. വൈകാരിക, ആ ത്രിലിംഗോ ഗുണസംവൃത. ത്രിലിംഗ 3 ലക്ഷണങ്ങളോട് കൂടിയതും ഗുണസംവൃത, ഗുണങ്ങളാൽ സേവിക്കപ്പെടുന്നവനും. അപ്പൊ 3 ലക്ഷണങ്ങൾ, 3 ഗുണങ്ങൾ ഏതാണ്? സത്വം, രജസ്, തമസ്. അതിനെയാണ് പറയുന്നത് വൈകാരിക തൈജസഃ താമസഃ ഇതി ത്രിധാ അഹം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. താമസശ്ചേത്യഹം ത്രിധ. അപ്പൊ ഈ ഗുണങ്ങളുടെ ഭാവത്തെയാണ്, ആ ഗുണങ്ങളുടെ സമുച്ചയം തന്നെയാണ് അഹങ്കാരതത്വം എന്ന് പറയുന്നത്. ആ അഹങ്കാരതത്വം 3ആയി പറയപ്പെടുന്നു. വൈകാരിക തൈജസഃ താമസഃ. വൈകാരികം എന്നാൽ സാത്വികം, തൈജസം എന്നാൽ രാജസം, താമസം താമസം തന്നെ. അപ്പൊ സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ അഹങ്കാരതത്വം 3ആയിരിക്കുന്നു. അപ്പോ ഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന ആ ശിവൻ എന്ന പുരുഷൻ, ശിവചൈതന്യം, അത് അഹങ്കാര തത്വം തന്നെയാണ്. ത്രിഗുണങ്ങളോട് കൂടിയ അഹങ്കാര തത്വമാണ് എന്നാണ് പറയുന്നത്.
മഹാദേവനെ അഹങ്കാര തത്വത്തിൻ്റെ ദേവതയായിട്ട് പറയും. അപ്പോൾ ആ അഹങ്കാര തത്വം തന്നെ പിന്നീട് ആ അഹങ്കാര തത്വം 16 വിഭജിക്കപ്പെടുന്നു എന്ന് അടുത്ത വരികളിലും പറയുന്നു. അതാണ് തതോ വികാര അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാം അസ്നുതേ ഗതിം. തതോ വികാരാഹ അഭവൻ ഷോഡശ വികാരാഹ, 16 വികാരങ്ങൾ. തതഹ എന്ന് പറഞ്ഞാൽ ആ അഹങ്കാരത്തിൽ നിന്ന് 3 അഹങ്കാരങ്ങളിൽ നിന്ന് 16 വികാരങ്ങൾ അഥവാ രൂപഭേദങ്ങൾ അഭവൻ ഉണ്ടായി. ഏതാണ് ഈ 16? അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളും അതുപോലെ പഞ്ചമഹാഭൂതങ്ങളും അന്ധക്കരണവും, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ, അതുപോലെ ഒരു മനസ്സ്. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്, രാജസാഹങ്കാരത്തിൽ നിന്ന് 10 വിധ ഇന്ദ്രിയങ്ങൾ, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ. ഇങ്ങനെ 16 തത്വങ്ങളായി അത് പിരിയുന്നു ഈ അഹങ്കാര തത്വം. തതോ വികാര അഭവൻ ഷോഡശ അമീഷു കഞ്ചന ഉപതാവൻ വിഭൂതീനാം സർവാസാം അസ്നുതേ ഗതി. കഞ്ചന ഉപതാവൻ സർവാസാം വിഭൂതീനാം ഗതിം അസ്നുതേ. ഓരോന്നിനെ ഭജിക്കുന്നവൻ അതാത് വിഭൂതികളുടെ ഫലത്തെ, ഗതിയെ അസ്നുതേ. അപ്പൊ ഏതു ഭാവത്തെ ഉപാസിക്കുന്നുവോ, ഏത് തത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉപാസിക്കുന്നുവോ അവർക്ക് അതാതിൻ്റെ അനുഗ്രഹം എളുപ്പത്തിൽ ഉണ്ടാവും. ഈ പ്രകൃതി തത്വങ്ങളിൽ ഓരോന്നിലും അഭിമാനിക്കുന്ന ഓരോ ദേവതകളുണ്ട്. ഇപ്പൊ എന്താ പറയുക, 16 വിഭജിച്ചു എന്നുള്ള 3 അഹങ്കാരത്തെ 16 വിഭജിച്ചു എന്ന് പറഞ്ഞതിൽ ഓരോരോ ദേവതകളുണ്ട്. ഇന്ദ്രിയങ്ങളിലൊക്കെ ദേവതകളില്ലേ? ശ്രോത്രസ്യ ദിക്ക് ദേവത, അതുപോലെ കണ്ണുകൾക്ക് മിത്രൻ ദേവത, അല്ലെങ്കിൽ സൂര്യൻ ദേവത, നാവിന് വരുണൻ ദേവത, പാദങ്ങൾക്ക് വിഷ്ണു അഥവാ ഉപേന്ദ്രൻ ദേവത, മൂക്കിന് അശ്വിനി ദേവന്മാർ ദേവത, അതുപോലെ വാക്കിന് അഗ്നി ദേവത, ഇങ്ങനെ ബ്രഹ്മാവ്, മിത്രൻ മുതലായി ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ ദേവതകളുണ്ട്. അപ്പോൾ ആ ദേവതകളായി അതാതിൽ അഭിമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദേവതകളെ പ്രസാദിപ്പിച്ചാൽ, ഈ പറഞ്ഞ ഇന്ദ്രാദി, വരുണൻ, അഗ്നി മുതലായ ദേവന്മാരെ പ്രസാദിപ്പിച്ചാൽ അതാതിൻ്റെ ബലം ലഭിക്കുന്നു. അതാത് ദേവതകളുടെ അനുഗ്രഹം വിഭൂതികളായി ലഭിക്കുന്നു. അപ്പം അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ഭാവമാണ് പ്രകൃതിയുടെ കൂടെ ഇരിക്കുന്ന ശക്തിയുക്തനായിരിക്കുന്ന ശിവനെ ഭജിച്ചാൽ ലഭിക്കുന്നത്. തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയാ എന്ന് മുമ്പ് പറഞ്ഞിരുന്ന ഓരോ ദേവതകളെ എങ്ങനെ ആരാധിക്കണം, അതാത് നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് ആവശ്യമുള്ള സംഗതിയെ ആഗ്രഹിച്ചുകൊണ്ട് അതാത് ദേവതകളെ ഭജിക്കുമ്പോൾ അതാത് ഫലങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നു. കാരണം അവരൊക്കെ റീറ്റെയിലേഴ്സാണ്, നമ്മുടെ അടുത്തിരിക്കുന്നവരാണ്, നമ്മൾക്ക് വേഗം ഫലം തരുന്നവരാണ്, വേഗം ക്ഷിപ്രപ്രസാദികളാണ് അവർ. പക്ഷേ ഈ വസ്തുക്കൾ എങ്ങനെയുള്ളതാണ്? ഈ ഗുണങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈ ഗുണനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ എന്തുണ്ട്? വികാരം, വികൃതി. കാരണം അതെല്ലാം പ്രകൃതി തത്വങ്ങളാണ്. പ്രകൃതിക്ക് വികൃതിയുണ്ട്. വികൃതി എന്ന് പറഞ്ഞാൽ വികാരം, മാറ്റം, നാശം. അപ്പൊ നശിക്കുന്ന വസ്തുക്കളെ തരാനുള്ള കഴിവ് മാത്രമേ ഈ പറഞ്ഞ ദേവതകൾക്കൊക്കെ ഉള്ളൂ. ഇവരെ ഭജിച്ചാൽ കിട്ടുന്നത് ഈ പ്രകൃതിയിൽ തന്നെയുള്ളതായിട്ടുള്ള നശ്വരങ്ങളായ സുഖഭോഗങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നിത്യമായിട്ടുള്ള ആനന്ദമോ നിത്യമായിട്ടുള്ള സുഖമോ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഈ ദേവതകളെ ഭജിച്ചാൽ അല്പമായിട്ടുള്ള ബലം മാത്രമാണ്. ഗീതയിൽ ഭഗവാൻ അത് പറയുന്നുണ്ട്. എന്താണ്? അന്ധവത്തു ഫലം തേഷാം
തൽഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താ യാന്തി മാമപി എന്ന് വരുന്ന ഏതധ്യായത്തിലാണെന്ന് ഓർമ്മ വരില്ല. അത് തന്നെയാണ് ആശയം. 7-ാം അധ്യായത്തിലാണോ? ഏഴാം അധ്യായത്തിലെ 23-ാം ശ്ലോകം. കാമൈസ്തൈസ്തൈർഹൃതജ്ഞാനാഃ പ്രപദ്യന്തെന്യദേവതാഃ തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയാ. അതാത് കാമങ്ങളാൽ അവരവരുടെ പ്രകൃതിയാൽ നിയമിക്കപ്പെട്ടതായിട്ടുള്ള കാമനകളാൽ ഹൃതജ്ഞാനാഃ ജ്ഞാനം അപഹരിക്കപ്പെട്ടവരായി അന്യദേവതാഃ പ്രപദ്യന്തേ അതാത് നിയമങ്ങളെ അനുസരിച്ച് അതാത് ദേവതകളെ ഉപാസിക്കുന്നു. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഏതേത് മൂർത്തികളെ, തനുവിനെ ഒരു ഭക്തൻ ശ്രദ്ധയോടുകൂടി അർച്ചിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ഭക്തന് ആ വിഷയത്തിൽ, ആ ദേവതയിൽ ഞാൻ അചലമായ ശ്രദ്ധയെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹത്തെ ലഭതേ ച തത കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. ആ ഭക്തൻ അതോ ആ ശ്രദ്ധയോടുകൂടി, സഹ തയാ ശ്രദ്ധയാ യുക്തഃ, ആ ശ്രദ്ധയോടുകൂടി തസ്യ രാധനം ഈഹത്തെ, ആ ദേവതയുടെ ആരാധനത്തെ ചെയ്യുന്നു. എന്നിട്ട് തതഃ കാമാൻ ലഭതേ, അവരിൽ നിന്ന്, ആ ദേവതയിൽ നിന്ന് ആഗ്രഹങ്ങളെ ലഭിക്കുന്നു. മയായേവ വിഹിതാൻ ഹിതാൻ, താൻ മയായേവ വിഹിതാൻ, അവയെല്ലാം എന്നാൽ തന്നെ വിതരണം ചെയ്യപ്പെട്ടതാണ്, ഞാൻ തന്നെ കൊടുത്തതാണ്. ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റ് ദേവതകളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് കൊടുത്തില്ല. എന്നിട്ട് പറയുന്നു, അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താ യാന്തി മാമപി. ആ അല്പമേധസാം തത് ഫലം തു, തേഷാം ഫലം തു അന്തവത്ത്, ആ അല്പബുദ്ധികളായിട്ടുള്ള അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഫലമാകട്ടെ അത് അന്തവത്താണ്. അന്തവത്ത് എന്ന് പറഞ്ഞാൽ അന്തത്തോട് കൂടിയത്, പെട്ടെന്ന് നശിക്കുന്നത്. ശാശ്വതമായിട്ടുള്ള ഫലമല്ല അവർക്ക് ലഭിക്കുന്നത്, നിസ്സാരമായിട്ടുള്ള ഫലമാണ് ലഭിക്കുന്നത്. ദേവാൻ ദേവയജോ യാന്തി, ദേവയജ, ദേവന്മാരെ പൂജിക്കുന്നവർ, യജിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവന്മാരിൽ നിന്നുള്ള അല്പമായിട്ടുള്ള ഫലത്തെ പ്രാപിക്കുന്നു. മദ്ഭക്തായാന്തി മാമപി, എന്നെ നേരിട്ട് ഭജിക്കുന്നവരോ എന്നെ തന്നെ പ്രാപിക്കുന്നു.
അപ്പോൾ ദേവന്മാരെ ഭജിക്കുന്നവർക്ക് അതാത് ഇന്ദ്രിയങ്ങളുടെ പ്രീതികരമായ വിഷയങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നു. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ദേവതകളാണല്ലോ ഈ ദേവന്മാരൊക്കെ. അപ്പോൾ ഏത് ദേവനെ പ്രീതിപ്പെടുത്തുന്നുവോ ആ ദേവൻ അതാത് ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിഷയങ്ങളെ നൽകി അനുഗ്രഹിക്കും. പക്ഷെ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം തന്നെ എന്താണ്? അന്ധവത്തുക്കളാണ്. അല്പ നേരത്തേക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. നിമിഷ നേരം കൊണ്ടത് അലിഞ്ഞില്ലാതാവും. അതിന് ശോഭ കെട്ടുപോകും. അല്ലേ? ആഗമാപായിനോ അനിത്യാഹ. ആഗമ അപായികളാണതെല്ലാം, നാശമുള്ളതാണ്. അതുകൊണ്ട് അവയെ അവഗണിക്കൂ എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞു. താൻ തിദിക്ഷസ്വ ഭാരത. അപ്പൊ ഇവിടെയും ദേവന്മാരെ ഭജിക്കുന്നവർ ദേവന്മാരുടെ ലിമിറ്റിലുള്ള, അവരുടെ പരിധിയിൽപ്പെടുന്ന നിസ്സാരങ്ങളായ ഫലങ്ങളെ മാത്രം പ്രാപിക്കുന്നു. എന്നെ ഭജിക്കുന്നവരോ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവേശ്വരനായ എൻ്റെ പരിധിയിലാണ് എല്ലാം. എൻ്റെ അനുഗ്രഹത്തിന് അവര് പാത്രീഭവിക്കുന്നു എന്നുള്ള ആ ആശയമാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഈ 16 വികാരങ്ങൾ, തത്വങ്ങളുണ്ടായി. ഈ 3 അഹങ്കാര തത്വങ്ങളിൽ നിന്ന് അതിനെ ഭജിക്കുന്നവർക്ക് അതാത് ഫലം ലഭിക്കുന്നു. ഹരിർഹി നിർഗുണ സാക്ഷാത് പുരുഷഃ പ്രകൃതേ പരഃ സ സർവദൃക് ഉപദ്രഷ്ടാ തം ഭജൻ നിർഗുണോ ഭവേത്. ഹരിർഹി നിർഗുണ സാക്ഷാത് പുരുഷഃ പ്രകൃതേ പരഃ സ സർവദൃക് ഉപദ്രഷ്ടാ തം ഭജൻ നിർഗുണോ ഭവേത്. ഹരിഹി എന്നാൽ ഹരിയാവട്ടെ നിർഗുണഃ, അദ്ദേഹം ഗുണാതീതനാണ്. പ്രകൃതേഹേ പരഃ, പ്രകൃതിക്കും പരനാണ്, അതീതനാണ്. സാക്ഷാത് പുരുഷഃ, യഥാർത്ഥ പുരുഷൻ, പുരുഷോത്തമൻ തന്നെയാണ് ഈ ഹരിഹി. സഹ സർവദൃക്, അവൻ എല്ലാറ്റിനും സാക്ഷിയാണ്, എല്ലാം കാണുന്നവനാണ്. ഉപദ്രഷ്ട, എല്ലാറ്റിന്റെയും സമീപത്തിരുന്ന് കാണുന്നവനുമാണ്. എല്ലാറ്റിനും മുകളിലിരുന്നും എല്ലാറ്റിനും ഒപ്പമിരുന്നും സമീപമിരുന്നും എല്ലാം കാണുന്നവനാണ് അവൻ. തം ഭജൻ നിർഗുണഃ ഭവേത്. ആ നിർഗുണനായ ഭഗവാനെ ഭജിച്ചാൽ നിങ്ങളും ഗുണാതീതരായി ഭവിക്കും. ഗുണാതീതരായിരിക്കുന്നവർക്കുള്ളതാണ് ശാന്തി, ആനന്ദം, ശാശ്വതമായിട്ടുള്ള സുഖം. അപ്പോ ഈ കാര്യങ്ങളെ ഒരു കഥയിലൂടെ പറയാൻ ആരംഭിക്കുകയാണ്. ഒരു ഇതിഹാസം പോലെ പറയുകയാണ് ശ്രീ സുഖബ്രഹ്മർഷി. നിവൃത്തേഷ്വശ്വമേധേഷു രാജായുഷ്മത് പിതാമഹഃ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛത് ഇദമച്യുതം. നിവൃത്തേഷു അശ്വമേധേഷു രാജാ യുഷ്മത് പിതാമഹഃ ശൃണ്വൻ ഭഗവതോ ധർമാൻ അപൃച്ഛത് ഇദമച്യുതം. അശ്വമേധേഷു നിവൃത്തേഷു യുഷ്മത് പിതാമഹഃ. യുഷ്മത് പിതാമഹഃ എന്ന് പറഞ്ഞാൽ പരീക്ഷത്തിന്റെ പിതാമഹൻ, പാണ്ഡവന്മാരിൽ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ ഉദ്ദേശിച്ചാണ്. അപ്പൊ യുധിഷ്ഠിരൻ എന്ന നിന്റെ പിതാമഹൻ രാജാ അശ്വമേധേഷു നിവൃത്തേഷു, അദ്ദേഹം അശ്വമേധയാഗങ്ങൾ ചെയ്തിരുന്നു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അതിന്റെ ശാന്തിക്കായിക്കൊണ്ട്, അതിന്റെ പാപങ്ങളെല്ലാം ക്ഷയിപ്പിക്കാനായിട്ട് 3 അശ്വമേധയാഗങ്ങൾ യുധിഷ്ഠിരനെ കൊണ്ട് ഭഗവാൻ തന്നെ നേതൃത്വം വഹിച്ച് ചെയ്യിച്ചു. അപ്പൊ അങ്ങനെ അശ്വമേധേഷു നിവൃത്തേഷു സത്സു യുഷ്മത് പിതാമഹഃ രാജാ ഭഗവതഃ ധർമാൻ ശൃണ്വന്, ഭഗവാനിൽ നിന്ന് ധർമ്മങ്ങളെ കുറിച്ച് ശ്രവിക്കുന്നവനായിരുന്നു. ഭഗവാൻ കുറെ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തില് അച്യുതം ഇതം അപൃച്ഛത്, ആ അച്യുതനോട് ഈ ചോദ്യം ചോദിച്ചു. ഭഗവാനോട് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യമാണ്, ഇതേ ചോദ്യം ചോദിച്ചു എന്നാണ്. ഇപ്പോ പേരക്കുട്ടി ചോദിച്ച, അല്ലെ, പൗത്രൻ ചോദിച്ച ഇതേ ചോദ്യം പിതാമഹനും ചോദിച്ചിട്ടുണ്ട്, ഭഗവാനോടാണ് ചോദിച്ചത്. ആ ഭഗവാൻ മറുപടി കൊടുത്തതിനെ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയണ്. സ ആഹ ഭഗവാൻ തസ്മൈ
പ്രീതഃ ശുശ്രൂഷവേ പ്രഭുഃ നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യതോഃ കുലേ സ ആഹ ഭഗവാൻ തസ്മൈ പ്രീതഃ ശുശ്രൂഷവേ പ്രഭുഃ നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യതോഃ കുലേ. അപ്പോ ഏതൊരു ഭഗവാനാണോ യഹ അവതീർണഃ യതോഹോ കുലേ, യദുവിന്റെ കുലത്തിൽ ആരാണോ അവതരിച്ചത്, എന്തിന്? നൃണാം നിശ്രേയസാർത്ഥായ, മനുഷ്യർക്ക് മോക്ഷമെന്ന അനുഗ്രഹത്തെ നൽകാനായിക്കൊണ്ടുള്ള അവതാരമാണ് മുകുന്ദ അവതാരം, കൃഷ്ണാവതാരം. അപ്പൊ ആ യദുകുലത്തിൽ അവതരിച്ചതായിട്ടുള്ള സഹ ഭഗവാൻ പ്രഭു, ആ ഭഗവാൻ സർവജ്ഞനായ പ്രഭു, പ്രീതഃ, യുധിഷ്ഠിരന്റെ ചോദ്യത്തിൽ പ്രീതനായിക്കൊണ്ട് സന്തോഷിച്ചുകൊണ്ട്, ശുശ്രൂഷവേ തസ്മൈ ആഹ, ശ്രവിക്കുവാൻ ഇച്ഛിച്ചിരിക്കുന്നവനായ ആ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ വാക്കുകളായിട്ടാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് സുഖബ്രഹ്മർഷി തന്നെ മൃഗാസുരൻ എന്ന ഭസ്മാസുരന്റെ കഥയിലേക്ക് ചെല്ലുന്നു. നമുക്ക് നാളെ വൈകിട്ട് കാണാം. നാളെ രാവിലെ കുറച്ച് തിരക്കുകളുണ്ട്, കുറേ അതിഥികളുണ്ട്, വൈകുന്നേരം കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.